ഹായ്, ഇന്ന് നമ്മൾ ഒരു റവ മിൽക്ക് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതേപോലെ തന്നെ ഒരു മിക്സി ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ശരിക്കും നമ്മൾ വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് പോകുന്ന ഒരു പുഡിംഗാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അത്രയും നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 2 കപ്പോളം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ നെയ്യ് പാലിട്ടിട്ട് നന്നായിട്ട് അലിയിക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയ്ക്ക് കറക്റ്റ് അളവൊന്നുമില്ല. അതായത് നമ്മുടെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 3-3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണോ, അതായത് നമ്മുടെ മധുരം അനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഈ പാലിൽ കിടന്ന് അലിഞ്ഞ് ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാലും വറുക്കാത്ത റവയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ റവയൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്ന വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ കൂടുതൽ നേരം ഇതിട്ട് കുറുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കാവൂ, കൂടുതൽ ചേർക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ റവയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഗുണ്ടുമണികളായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ റവ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതേപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന പാലും റവയും കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കൂട്ട് ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഇതേപോലെ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നെയ്യൊക്കെ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത ആ മുട്ടയും റവയും പാലൊക്കെയുള്ള ആ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്കിതൊന്ന് മൂടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മൂടി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആവി കയറ്റുന്ന ടൈമിൽ തീരെ വെള്ളം ഉള്ളിലേക്ക് കടക്കില്ല. ഇനി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി തട്ടിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിന് മുകളിലായിട്ട് മറ്റേ തട്ടും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നും നമുക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമുക്കൊരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നന്നായിട്ട് ആവി കയറ്റണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കായി കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു കത്തിയോ സ്ക്യൂവറോ ടൂത്ത് പിക്കോ എടുത്തിട്ടൊന്ന് കുത്തി കൊടുക്കുക. നല്ല ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ പുഡിങ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തണുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് സൈഡ്സൊക്കെ ഇങ്ങനെ ഒന്ന് വരിഞ്ഞ് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടിന്നിൽ നിന്ന് നമ്മുടെ പുഡിങ് പുറത്തേക്ക് പോരും.
പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുതിനയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പുഡിങ് അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോയ്ക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാതെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, തണുപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് പുഡിങ്ങാണ്. വായിലിട്ട് ശരിക്കും അലിങ്ങി പോവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്